അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം ലോകത്ത് കാരുണ്യം എന്നത് കുറഞ്ഞു പോയ ഒരു സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത്. പരസ്പരം ശത്രുതയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ശത്രുതയാണ് പരസ്പരം നാടുകളുടെ ഇടയിലും വീട്ടിന്റെ ഉള്ളിലും നാട്ടിലും എല്ലായിടങ്ങളിലും ശത്രുതയാണ്, ദേഷ്യമാണ് ഇന്ന് അധികരിച്ചു വരുന്നത്. കാരുണ്യ പ്രവർത്തനം കുറഞ്ഞു വരുന്നു, അക്രമങ്ങൾ അധികരിച്ചു വരുന്നു എന്ന വിഷയമാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളായാൽ കൊല അധികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൊല എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുക എന്നത് വളരെ സിമ്പിളായ, വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഉള്ളതായ ഒരു അവസ്ഥയിലാണ് ഇക്കാലത്തുള്ളത്. നിരപരാധികളെ കൊല ചെയ്യപ്പെടുന്നു. ആ കൊന്നവനിക്കറിയില്ല എന്തിനാണ് അവരെ ഞാൻ കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവനറിയില്ല എന്താണ് ഞാൻ കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ലോകം അവസാന കാലത്ത് കൊല അധികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സൈനികന്മാർ വന്ന് ഈ നാട്ടിൽ ബോംബ് വർഷിക്കുന്നു. അവിടെ നിരപരാധികളായ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് മരിക്കുന്നു. അപ്പോ കൊന്ന ആൾക്കറിയില്ല ഞാൻ ആരെയാണ് കൊന്നത്, എന്തിനാണ് കൊല്ലുന്നത്. കൊല്ലപ്പെട്ടവർക്കറിയില്ല എന്തിനാണ് എന്നെ കൊന്നത്. ആ അവസ്ഥയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണമായി, അന്ത്യനാളിന്റെ അടുത്ത് വരുമ്പോഴുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആധുനിക കാലത്ത് എല്ലാം വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തുള്ള എല്ലാ സംവിധാനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി, മൊബൈൽ പോലെ. അതുപോലെ തന്നെ വീട്ടിന്റെ ഉടമയോട് വീട്ടിലുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ അവനില്ലാത്ത സമയത്ത് ഉണ്ടായ എല്ലാ കാര്യങ്ങളെപ്പറ്റി, ജീവനില്ലാത്ത വസ്തുക്കൾ അവനിക്ക് അറിയിച്ചു കൊടുക്കുന്നത് വരെ ഖിയാമത്ത് നടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിലുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ അത് ആ വീട്ടുടമക്ക് അവൻ പോയതായ സന്ദർഭത്തിൽ എന്തെല്ലാം ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ അറിയിക്കും. അതാണ് CC ക്യാമറ പോലെയുള്ള അവസ്ഥകൾ. അതിന് നബി സല്ലല്ലാഹു പണ്ടേ പറഞ്ഞതാണ്. ഒരാൾ പോയതിനെ പറ്റി, ഒരാളെ ചെരുപ്പ്, അവൻ എവിടെയാണ് പോയിട്ടുള്ളത് എന്ന് അവന്റെ ചെരുപ്പ് അറിയിക്കും. ഈ ചെരുപ്പ് ഇട്ടിട്ട് ഇവൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്വഹാബത്ത് അതിനെ 100% വിശ്വസിച്ചു. ഇന്ന് അത് നമുക്ക് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ ആ കാര്യം ഇന്ന് നമ്മൾ നേർക്കാഴ്ചയിൽ കണ്ട് മനസ്സിലാക്കുകയാണ്. സ്വഹാബത്ത് അന്ന് ഈ വിഷയങ്ങൾ മൊബൈൽ കണ്ടിട്ടില്ല, CC ക്യാമറ അവർ കണ്ടിട്ടില്ല. പക്ഷേ റസൂൽ പറഞ്ഞപ്പോൾ അവർ 100% അവർ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ അത് നേരിൽ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ആ പ്രവചനങ്ങളെ നാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈമാനോട് നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. അതല്ലാതെ ഈമാനിന് പിന്നോട്ട് പോവുകയല്ല വേണ്ടത്. നമ്മൾ നല്ല ഈമാനിൽ, ഉറച്ചതായ ഈമാനിൽ മുന്നേറാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.